ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതിന്റെ ആഘാതത്തിൽ നിന്നും ലോകം ഇനിയും കരകയറിയിട്ടില്ല. അമേരിക്ക ഇസ്രായേൽ സഖ്യം ഇറാനെതിരെ ആക്രമണം ശക്തമാക്കിയതോടെയാണ് ലോകത്തെ ചരക്കു നീക്കത്തിന്റെ 20% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചത്. ഇതോടെ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ ഇന്ധനക്ഷാമം രൂക്ഷമായി. ഗൾഫ് മേഖലയിലെ ഊർജ്ജ മേഖലയിൽ ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടതോടെ എണ്ണവില കുത്തനെ ഉയരുകയും ചെയ്തിരുന്നു. അതിനിടയ്ക്കാണ് ഇസ്ലാമാബാദിലെ ചർച്ചകൾ പരാജയപ്പെട്ടതിനു പിന്നാലെ ഹോർമൂസ് കടലിടുക്ക് വഴി കപ്പലുകൾ പ്രവേശിക്കുന്നത് തടയുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്കെതിരെ ശക്തമായ മറുപടിയുമായി ഇറാൻ രംഗത്ത് വന്നത്. ഹോർമൂസിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ചെങ്കടലിലെ ബാബ് അൽ മധബ് ലക്ഷ്യമിട്ട് തിരിച്ചടി നൽകുമെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. ബാബ് അൽ മധബ് കടലിടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ നേരത്തെയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മേഖലയിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന ഈ നിലപാട് രാജ്യാന്തര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് തന്നെ കാരണമായിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലൊന്നാണ് ബാബ് അൽ മധബ്. ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായും അറബിക്കടലുമായും ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് ആഗോള എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്നത്. ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തി വിമതരുടെ ശക്തി കേന്ദ്രമായ യമന്റെ പടിഞ്ഞാറൻ മേഖലയ്ക്ക് സമീപമാണ് ബാബ് അൽ മധബ് എന്നതിനാൽ ലോകം ആശങ്കയിലാണ്. ഹോർമൂസും ബാബ് അൽ മധബും അടച്ചാൽ അതിനർത്ഥം ലോകത്ത് വിതരണം ചെയ്യപ്പെടുന്ന 1/3 ബാരൽ എണ്ണ വിതരണം തടസ്സപ്പെടുന്നുവെന്നാണ്. പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള എണ്ണയും പ്രകൃതിവാതകവും യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും എത്തുന്നതിനുള്ള പ്രധാന പാതയാണ് ബാബ് അൽ മധബ്. ഹോർമൂസിനെ പോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും രാജ്യാന്തര വിപണിയിലെ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. ബാബ് അൽ മധബ് കടക്കാതെ കപ്പലുകൾക്ക് സൂയസ് കനാലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. ലോക എണ്ണ വ്യാപാരത്തിന്റെ 10 മുതൽ 12% വരെ ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. ബാബ് അൽ മധബ് അടച്ചാൽ അവിടെയും കയറ്റുമതി തടസ്സപ്പെടും. ഒപ്പം ഫലത്തിൽ സൂയസ് കനാൽ ഉപയോഗശൂന്യമാകേണ്ട അവസ്ഥ വരുമെന്നതും ആശങ്കയാണ്. ഇതുമാത്രമല്ല, ലോകത്തെ പ്രധാനപ്പെട്ട ഡേറ്റ കേബിളുകളും ഇന്റർനെറ്റ് ലൈനുകളും ഈ കടലിടുക്കിന് അടിയിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന തകരാറുകൾ ആഗോള ആശയവിനിമയത്തെയും ബാധിച്ചേക്കാം. ഗൾഫ് മേഖലയെ യുദ്ധമുനയിലാക്കിയ അമേരിക്കൻ നാവിക ഉപരോധത്തിനെതിരെ കടുത്ത മുന്നറിയിപ്പുമായി ഇറാൻ സൈന്യം രംഗത്തെത്തിയിരുന്നു. ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെ ഭീഷണി ഉണ്ടായാൽ ഗൾഫ് മേഖലയിലെയും അറബിക്കടലിലെയും ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാൻ സൈനിക കേന്ദ്രം വ്യക്തമാക്കുകയും ചെയ്തു. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം തിങ്കളാഴ്ച മുതൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതുമായ എല്ലാ കപ്പലുകളെയും തടയുമെന്ന് US സെൻട്രൽ കമാൻഡും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സൈനിക കപ്പലിനെയും കഠിനമായി നേരിടും എന്ന് ഇറാനിയൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.